പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങളിൽ ചില വചനങ്ങൾ ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ചു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചുചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാളെ 8-ാം തീയതി എല്ലാവരും മാതാവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്, വാഴ്ത്തി പുകഴ്ത്തുന്നു. എന്നാൽ ഈ അമ്മയുടെ മനോഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഈ അമ്മയുടെ എളിമ, താഴ്മ, ഈ താഴ്ചയും ഉയർച്ചയും ആക്കി മാറ്റിയ കർത്താവ്, അമ്മയുടെ എളിമയെ ഉയർച്ചയാക്കി മാറ്റിയ കർത്താവ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എലിസബത്ത് ഉദ്ഘോഷിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? കർത്താവ് നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കണം. കർത്താവ് നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിലേ കർത്താവിൻ്റെ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് വരത്തുള്ളൂ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ മകനെ മഹത്വപ്പെടുത്തുന്നില്ല. പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ, യേശു നമുക്ക് വേണ്ടി അമ്മയെ തന്നു, അമ്മ നമുക്ക് വേണ്ടി മകനെ തന്നു. ഇതെത്ര സത്യമുള്ള വാക്കാണ്. യേശു നമുക്ക് വേണ്ടി തന്ന അമ്മ, ആ അമ്മ മകനെ സന്തോഷപൂർവ്വം നമുക്ക് തരികയാണ്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് അമ്മ മകനെ നമുക്ക് വേണ്ടി തന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കാം, ഒന്ന് ആലോചിക്കാം. നമ്മളെങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കുന്നത്? നമ്മളെങ്ങനെയാണ് അമ്മയെ ബഹുമാനിക്കുന്നത്? നമ്മളെന്താണ് അമ്മയുമായിട്ടുള്ള ബന്ധം? മകനെ സ്നേഹിക്കുമ്പോഴാണ് അമ്മ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനില്ലാത്തടത്ത് അമ്മയില്ല. നമുക്ക് എന്താ വേണ്ടത്? ശക്തനായവനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കണം. അപ്പോഴാണ് മറിയം നമ്മളുടെ ഭവനത്തിൽ തിടുക്കത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ അമ്മയും എല്ലാം നമ്മളുടെ ഭവനത്തിൽ വസിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. യേശുവിൻ്റെ അമ്മയോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, ആ യേശുവിൻ്റെ അമ്മ ഓടിയതുപോലെ നമ്മൾ ഓടണം. എന്തിനാണ്? യേശുവിനെ കൊടുക്കുവാൻ. അങ്ങനെ തിടുക്കത്തിൽ നമ്മൾ ഓടുന്ന മക്കളായി മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കട്ടെ. അവരെല്ലാം അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.